നമസ്കാരം. ഫുക്രിയിലേക്ക് സ്വാഗതം. ചെന്നൈ സൂപ്പർ കിങ്സ് വീണ്ടും ഒരു കളി കൂടി തോറ്റിരിക്കുന്നു. ഗുജറാത്ത് ടൈറ്റൻസ് വളരെ എളുപ്പത്തിൽ അനായാസം അവരെ തോൽപ്പിച്ചു. വിജയിക്കാൻ അവർക്ക് വേണ്ടിയിരുന്നത്, ഗുജറാത്ത് ടൈറ്റൻസിന് വേണ്ടിയിരുന്നത് 159 റണ്ണാണ്. അതവർ 16.4 ഓവറിൽ വെറും 2 വിക്കറ്റ് നഷ്ടത്തിൽ അടിച്ചെടുത്തു. അവർക്ക് വേണ്ടി സായി സുദർശൻ 87 റണ്ണെടുത്ത് അവസാന ഘട്ടത്തിലാണ് പുറത്തായത്. ബ്രവിസിൻ്റെ ഉഗ്രൻ ക്യാച്ചായിരുന്നു. എന്തായാലും 46 പന്തിൽ നിന്നാണ് 87 റണ്ണ് സായി സുദർശൻ എടുത്തത്. കഴിഞ്ഞ മത്സരത്തിൽ സായി സുദർശൻ സെഞ്ചുറി അടിച്ചിരുന്നു, അത് 58 പന്തിലായിരുന്നു. എന്തായാലും തുടർച്ചയായി സായി സുദർശൻ നല്ല ഫോമിലാണ്. ഈ കളിയിലും ശുഭ്മാൻ ഗില്ലും സായി സുദർശനും ചേർന്നുള്ള ഓപ്പണിംഗ് അർദ്ധ സെഞ്ചുറി കൂട്ടുകെട്ട് ഉണ്ടാക്കി. നല്ല സ്ഥിരതയുള്ള, നല്ല അടിത്തറ നൽകുന്ന ഒരു ഓപ്പണിംഗ് പാർട്ട്ണർഷിപ്പാണ് IPL ഏറ്റവും പ്രധാനപ്പെട്ട ഓപ്പണിംഗ് പാർട്ട്ണർഷിപ്പുകളിൽ ഒന്നാണ്. ഓപ്പണിംഗ് ബാറ്റർമാരിൽ 2 പേരാണ് ശുഭ്മാൻ ഗില്ലും സായി സുദർശനും. സ്ഥിരമായി കളിക്കുന്നവരാണ് രണ്ടുപേരും. സ്ഥിരതയോടെ ടീമിന് നല്ല അടിത്തറ നൽകുന്നവരാണ്. അത് ഇന്നും നടന്നു. പിന്നീട് വന്ന ജോസ് ബട്ട്ലർ 39 റണ്ണെടുത്ത് പുറത്താകാതെ നിന്നു. ബട്ട്ലറിനൊന്നും കൈ അയക്കാനുള്ള റണ്ണ് പോലും ഉണ്ടായിരുന്നില്ല യഥാർത്ഥത്തിൽ. ബട്ട്ലറും കൂളായി നിന്ന് കളി ജയിപ്പിച്ചു, ഉത്തരവാദിത്തത്തോടെ കളി ജയിപ്പിച്ചു. അങ്ങനെ 8 വിക്കറ്റിൻ്റെ ജയം, അനായാസം ജയം എന്ന് തന്നെ പറയണം ഗുജറാത്ത് ടൈറ്റൻസ്. ചെന്നൈ സൂപ്പർ കിങ്സ് ദയനീയമായിരുന്നു. ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ ഇന്നത്തെ കളി, പ്രത്യേകിച്ച് തുടക്കത്തിൽ ബാറ്റിംഗ് തൊട്ട് പറയണം. നമ്മൾ ആദ്യം ബാറ്റ് ചെയ്യുമ്പോൾ 37 റണ്ണിന് 4 വിക്കറ്റ് നഷ്ടപ്പെട്ടു. 26-ന് 3, 37-ന് 4 അങ്ങനെയായിരുന്നു അവരുടെ പോക്ക്. വളരെ മോശം ബാറ്റിംഗ് ആണ് ഇന്ന് അവർ കാഴ്ചവെച്ചത്. ആകെ ഉള്ള ഒരേ ഒരു ആശ്വാസം അവരുടെ ക്യാപ്റ്റൻ ഋതുരാജ് ഗെയ്ക്വാദ്, തീരെ ഫോമിലല്ലാതിരുന്ന ഋതുരാജ് ഗെയ്ക്വാദ് ഇന്ന് 60 പന്തിൽ 74 റണ്ണെടുത്ത് പുറത്താകാതെ നിന്നു. ഗെയ്ക്വാദ് കാരണമാണ് അവർ 158-ലെത്തിയത്. അതല്ലെങ്കിൽ 130-ഓ 120-ഓ റണ്ണിന് ഉള്ളിൽ ഒതുങ്ങുമായിരുന്ന ചെന്നൈയെ 158 വരെ എത്തിച്ചതിൽ ഋതുരാജ് ഗെയ്ക്വാദിന് കാര്യമായ സംഭാവന ഋതുരാജ് ഗെയ്ക്വാദ് നൽകിയിട്ടുണ്ട്. ശിവൻ ദുബെ 22 റണ്ണടിച്ച് തെറ്റില്ലാതെ ക്യാപ്റ്റനെ സപ്പോർട്ട് ചെയ്തിരുന്നു. പക്ഷേ ഇതുകൊണ്ടൊന്നും ഒന്നും ആവില്ലായിരുന്നു. 158 റണ്ണൊന്നും ഒന്നുമല്ല. സഞ്ജു സാംസണൊന്നും ഇന്ന് ഒന്നും ചെയ്തില്ല. 15 പന്ത് നേരിട്ട സഞ്ജു സാംസൺ ആകെ നേടിയത് 11 റണ്ണാണ്. അതിൽ തന്നെ 2 ബൗണ്ടറികൾ അടിക്കുകയും ചെയ്തു. അപ്പോൾ എല്ലാ അർത്ഥത്തിലും മോശം ബാറ്റിംഗ് ആയിരുന്നു. 158 റണ്ണ് എടുത്ത ഒരു ടീമിനെ പിന്നെ ബൗളർമാർക്ക് കാര്യമായിട്ടൊന്നും ചെയ്യാനില്ല. വലിയ ബുദ്ധിമുട്ടാണ്. 158 റണ്ണ് മാത്രം കയ്യിലുള്ളപ്പോൾ ജയിക്കുക എന്ന് ബൗളർമാരെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടാണ്. അത് ഗുജറാത്ത് ടൈറ്റൻസ് വളരെ ഈസി ആയിട്ട്, വളരെ ടെൻഷനൊന്നുമില്ലാതെ സമയമെടുത്ത്, എന്നാൽ നല്ല നെറ്റ് റേറ്റ് കിട്ടുന്ന പോലെ തന്നെ, അതായത് 20 പന്ത് ബാക്കി നിൽക്കുമ്പോൾ 3.2 ഓവർ ബാക്കി നിൽക്കുമ്പോൾ അവർ വെറും 2 വിക്കറ്റ് നഷ്ടത്തിൽ ആ വിജയലക്ഷ്യം പൂർത്തിയാക്കി. തീർച്ചയായിട്ടും ഗുജറാത്ത് ടൈറ്റൻസ് തന്നെയാണ് ഇന്നത്തെ കളി വിജയിക്കാൻ എല്ലാ അർത്ഥത്തിലും അർഹതയുള്ളവർ. അവർ വിജയിച്ചു. ചെന്നൈ സൂപ്പർ കിങ്സ് മോശമായിട്ടാണ് കളിച്ചത്. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും അവർ മോശമായിരുന്നു. ബൗളിങ്ങിലായാലും ബാറ്റിങ്ങിലായാലും. ബൗളിങ്ങിനെ പിന്നെ അങ്ങനെ പറയാനില്ല. ബാറ്റിംഗ് ഇത്ര മോശമായി കളിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ബൗളിങ്ങിനെ കുറിച്ച് അങ്ങനെ പറയുന്നതിൽ അർത്ഥമില്ല. കാരണം ബൗളർമാർക്ക് ചെയ്യാവുന്നതിനൊരു പരിധിയുണ്ട്. പ്രത്യേകിച്ചും 2020 ക്രിക്കറ്റ് ബാറ്റർമാരുടെ കളിയായി നിൽക്കുന്നത് കൊണ്ട് വലിയ പരിമിതിയുണ്ട്. എന്തായാലും ഗുജറാത്ത് ടൈറ്റൻസ് കിട്ടിയ അവസരം നല്ലപോലെ മുതലാക്കി. അവർ ഇപ്പം 4 കളി ജയിച്ച് പോയിൻ്റ് പട്ടികയിൽ മുന്നിലേക്ക് വന്നു കഴിഞ്ഞു. ചെന്നൈ സൂപ്പർ കിങ്സ് ഇങ്ങനെ പോവുകയാണെങ്കിൽ, ഇനി ഉടൻ തന്നെ തുടർച്ചയായ വിജയങ്ങളിലേക്ക് അവർ പോയില്ലെങ്കിൽ ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ ടൂർണമെൻറ്റ് അവസാനിക്കും. നമ്മുടെ പ്രിയപ്പെട്ട മലയാളി താരമായ സഞ്ജു സാംസണുള്ള ടീമിനോട് മലയാളികൾക്ക് വളരെ പ്രത്യേകതയുണ്ട്. പക്ഷേ ചെന്നൈ സൂപ്പർ കിങ്സ് ഈ കളിയാണ് കളിക്കുന്നതെങ്കിൽ സ്ഥിരതയോടുകൂടി കളിക്കുന്നില്ല. ഇങ്ങനെ കളിക്കുകയാണെങ്കിൽ അവർ ടൂർണമെൻറ്റിൽ നിന്ന് പുറത്താകാനാണ് എല്ലാ സാധ്യതയും. പക്ഷേ ഇപ്പോഴും തിരിച്ചു വരാനുള്ള അവസരങ്ങൾ ഉണ്ട്. അതുകൊണ്ട് തന്നെ പ്രതീക്ഷയും ഉണ്ട്. CSK ഉജ്ജ്വലമായി തിരിച്ചു വരാം.